ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. നോഹയുടെ പെട്ടകത്തിൽ 2 വീതമോ 7 ജോഡിയോ ബൈബിളിൽ ചിലപ്പോൾ വായിക്കുമ്പോൾ നമുക്ക് സംശയം വരാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. പഴയ നിയമ വചന ധ്യാനം ക്ലാസ് 60 എപ്പിസോഡ്. ഉൽപ്പത്തി പുസ്തകം 7-ാമത്തെ അധ്യായം 1 മുതൽ 22 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം യാഹ്വേ നോഹയോട് അരുളി ചെയ്തു, നീയും നിന്റെ കുടുംബം മുഴുവനും പെട്ടകത്തിൽ പ്രവേശിക്കുക. കാരണം ഈ തലമുറയിൽ നിന്നെ മാത്രമാണ് എൻ്റെ മുമ്പാകെ നീതിമാനായിരിക്കുന്നത് ഞാൻ കണ്ടത്. ഭൂമുഖത്ത് അവരുടെ വംശം നിലനിർത്താൻ വേണ്ടി ശുദ്ധിയുള്ള എല്ലാ മൃഗങ്ങളിൽ നിന്ന് ആണും അതിൻ്റെ പെണ്ണുമായി 7 ജോഡിയും, ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും അതിൻ്റെ പെണ്ണുമായി 1 ജോഡിയും, ആകാശത്തിലെ പറവകളിൽ നിന്ന് പൂവനും പിടയുമായി 7 ജോഡിയും നീ കൂടെ കൊണ്ടുപോവുക. 7 ദിവസം കൂടി കഴിഞ്ഞാൽ 40 രാവും 40 പകലും ഭൂമുഖത്തെല്ലാം മഴ പെയ്യാൻ ഞാൻ ഇടയാക്കും. ഞാൻ സൃഷ്ടിച്ച സകല ജീവജാലങ്ങളെയും ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റും. ഭൂമിയിൽ യാഹ്വേ കൽപ്പിച്ചതെല്ലാം നോഹ ചെയ്തു. നോഹയ്ക്ക് 600 വയസ്സുള്ളപ്പോഴാണ് ഭൂമിയിൽ ജലപ്രളയം ഉണ്ടായത്. പ്രളയജലത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോഹയും ഭാര്യയും പുത്രന്മാരും അവരുടെ ഭാര്യമാരും പെട്ടകത്തിൽ കയറി. ശുദ്ധിയുള്ളവയും ശുദ്ധിയില്ലാത്തതുമായ മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളും ആണും പെണ്ണുമായി 2 വീതം നോഹയോടുകൂടെ പെട്ടകത്തിൽ കയറി. എല്ലാം ദൈവം കൽപ്പിച്ചതുപോലെ തന്നെ. 7 ദിവസം കഴിഞ്ഞപ്പോൾ മഹാപ്രളയജലം ഭൂമിയിലേക്ക് പ്രവഹിച്ചു തുടങ്ങി. നോഹയുടെ ജീവിതത്തിൽ 600 വയസ്സ് പൂർത്തിയായ വർഷത്തിന്റെ 2-ാം മാസം 17-ാം ദിവസം അത്യഗാധങ്ങളിൽ ഉറവകൾ പൊട്ടിപ്പിളർന്നൊഴുകി. ആകാശത്തിന്റെ ജലപ്രവാള ജാലകങ്ങൾ തുറക്കപ്പെട്ടു. 40 രാവും 40 പകലും മഴ തോരാതെ പെയ്തുകൊണ്ടിരുന്നു. അന്ന് തന്നെ നോഹയും അവന്റെ പുത്രന്മാരായ ഷേം, ഹാം, യാഫത്ത് എന്നിവരും നോഹയുടെ ഭാര്യയും നോഹയുടെ പുത്രന്മാരുടെ 3 ഭാര്യമാരും പെട്ടകത്തിൽ കയറി. അവരോടൊത്ത് എല്ലാ ഇനം വന്യമൃഗങ്ങളും കന്നുകാലികളും ഇഴജന്തുക്കളും ചിറകുള്ള ജീവികളൊക്കെയും പെട്ടകത്തിൽ കടന്നു. ജീവശ്വാസമുള്ള സകല ജഡത്തിൽ നിന്ന് 2 വീതം നോഹയോടുകൂടി പെട്ടകത്തിൽ കയറി. ദൈവം നോഹയോട് കൽപ്പിച്ചിരുന്നത് പോലെ പെട്ടകത്തിൽ കയറിയ സകല ജീവജാലങ്ങളും ആണും പെണ്ണുമായിട്ടാണ് അകത്ത് കടന്നത്. യാഹ്വേ അവനെ പെട്ടകത്തിൽ അടച്ചു. ജലപ്രളയം 40 നാൾ തുടർന്നു. ജലനിരപ്പ് ഉയർന്നു. പെട്ടകം പൊങ്ങി ഭൂമിക്ക് മുകളിലായി. ഭൂമിയിൽ ഇളകി മരുന്ന ജലം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. പെട്ടകം വെള്ളത്തിന് മീതെ ഒഴുകി. ജലനിരപ്പ് വളരെ ഉയർന്നു. ആകാശത്തിന് കീഴെ തലയുയർത്തി നിന്ന സകല പർവ്വതങ്ങളും വെള്ളത്തിനടിയിലായി. പർവ്വതങ്ങൾക്ക് മുകളിൽ 15 മുഴം വരെ വെള്ളം ഉയർന്നു. ഭൂമുഖത്ത് ചരിക്കുന്ന സകല ജീവജാലങ്ങളും പക്ഷികളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും ഇഴജന്തുക്കളും മനുഷ്യരും ചത്തൊടുങ്ങി. മൂക്കിൽ ശ്വാസമുള്ളതായി കരയിലുണ്ടായിരുന്നവയെല്ലാം ചത്തു. ഭൂമുഖത്ത് ജീവനുള്ളവയെല്ലാം മനുഷ്യനെയും മൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശത്തിലെ പക്ഷികളെയും അവിടുന്ന് തുടച്ചു മാറ്റി. അവയെ ഭൂമിയിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു. നോഹ മാത്രം അവശേഷിച്ചു, അവനോടൊപ്പം പെട്ടകത്തിൽ ഉണ്ടായിരുന്നവരും. ജലപ്രളയം 150 ദിവസം നീണ്ടു നിന്നു. ഇതിൽ കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. പല കാര്യങ്ങൾ നമ്മൾ മുമ്പ് ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. നീയും കുടുംബവും, അതാണ് നോഹയോട് പറഞ്ഞത്. എല്ലാവരും കൂടി 8 പേരാണ്. 8 പേര്. നോഹ, അതേ തന്നെ ഭാര്യ, 3 മക്കള്, 3 മരുമക്കള്. ഉൽപ്പത്തി 7:13 അത് കുറച്ചുകൂടി വിശദമാക്കിയിട്ടുണ്ട്. പിന്നെ 1 പത്രോസിന് 1-ാമത്തെ ലേഖനം 3:20 പറയുന്നുണ്ട് 8 പേരാണ്. 8 വളരെ പ്രധാനപ്പെട്ടതാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇല്ലേ? 8 അത് ഈശോയുടെ നമ്പറാണ്. 888. ഓശാന മുതൽ ഉയർപ്പ് വരെയും ഉയർപ്പ് മുതൽ പുതുഞായറാഴ്ച വരെയും 888 അതിൻ്റെ പ്രാധാന്യമൊക്കെ ഒത്തിരിയേറെ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചും കഴിഞ്ഞ പുതുഞായറാഴ്ചയുടെ പ്രസംഗം നിങ്ങൾ കേൾക്കുക. അപ്പോൾ 8 വളരെ പ്രധാനപ്പെട്ടതാണ്. 8-ാം ദിവസമാണ്. 8 ദിവസങ്ങൾക്ക് ശേഷമാണ് തോമസിന് പ്രത്യക്ഷപ്പെടുന്നത്. എല്ലാ ദിവസവും പ്രത്യക്ഷപ്പെട്ട കർത്താവ് 40 ദിവസങ്ങൾക്ക് ഉയർപ്പിന് ശേഷം. പക്ഷേ 8 ദിവസങ്ങൾക്ക് ശേഷമുള്ള പ്രത്യക്ഷപ്പെടൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ 8 പേര് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഖ്യയാണ് ബൈബിളിൽ. പിന്നെ പറയാണ് 7 ജോഡി ജീവികൾ ഈരണ്ടെണ്ണം എടുക്കണമെന്ന് കർത്താവ് പറഞ്ഞിരുന്നു മുമ്പ് 6:19. ജീവികളിൽ 2 വീതം. അതിന് പുറമെയാണ് 7 ജോഡി എടുക്കാൻ പറയുന്നത്. 2 എടുക്കണമെന്ന് പറഞ്ഞു. ജീവികളിൽ നിന്ന് 2 എടുക്കണം. അതിന് പുറമെ 7 ജോഡി. ജലപ്രളയത്തിന് ശേഷം ഭൂമുഖത്ത് വർദ്ധിച്ച് പെരുകാനാണ് ആണും പെണ്ണുമായി 2. ശുദ്ധമായ മൃഗങ്ങൾക്ക് വംശനാശം വരാതെ ജലപ്രളയത്തിന് ശേഷം ദൈവത്തിന് ബലി അർപ്പിക്കുന്നതിനാണ് വേറെ 7 വീതം എടുക്കാൻ ആവശ്യപ്പെടുന്നത്. അപ്പോൾ 2 വർദ്ധിച്ച് പെരുകാൻ വേണ്ടി ആണും പെണ്ണുമായി. ശുദ്ധമായ മൃഗങ്ങൾക്ക് വംശനാശം വരാതെ ജലപ്രളയത്തിന് ശേഷം ദൈവത്തിന് ബലിയർപ്പിക്കുന്നതിനാണ് വേറെ 7 വീതം എടുക്കാൻ പറയുന്നത്. അത് 8:20 പറയും ദൈവത്തിന് ബലിയർപ്പിക്കാൻ. അപ്പോൾ വർദ്ധിച്ച് പെരുകാൻ 2 വീതം, ദൈവത്തിന് ബലിയർപ്പിക്കാൻ ശുദ്ധമായതിൽ നിന്ന് 7 വീതം. 7 ദിവസത്തെ സൃഷ്ടികർമ്മം ദൈവത്തിന്റെ സാപത്ത് ഉടമ്പടിയുമായി ബന്ധപ്പെട്ടിരുന്നതാണ്.
അതേക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്, ധാരാളം പറഞ്ഞിട്ടുള്ളതാ. 7 ദിവസം ആഴ്ചയിൽ, അത് 7000 വർഷത്തെ രക്ഷാചരിത്രം ഉള്ളത്. അത് ആ കണക്കിലാണ്. അതിൻ്റെ ചെറിയ രൂപമാണ് 7 ദിവസം. അതിൽ 6 ദിവസം മനുഷ്യൻ അധ്വാനിക്കാൻ, 1 ദിവസം ദൈവത്തോടൊപ്പം ആയിരിക്കാൻ. അങ്ങനെ 6 ദിവസം അധ്വാനിക്കുകയും 1 ദിവസം ദൈവത്തോടൊപ്പം ചെലവഴിക്കുകയും ചെയ്യുന്നവരാണ് മനുഷ്യർ. ചില മനുഷ്യർ 7 ദിവസം ദൈവത്തിനോടൊപ്പം ചെലവഴിക്കില്ല. അവർ മൃഗങ്ങളാണ്. അവരുടെ സംഖ്യയാണ് 666. വെളിപാട് പുസ്തകം 13-ാമത്തെ അധ്യായം അവസാനത്തെ വാചകം, അവസാനത്തെ 2 വാചകങ്ങൾ വായിച്ചാൽ കിട്ടും. ഒരു മൃഗത്തിന്റെ സംഖ്യയാണത്, മൃഗത്തിന്റെ അടയാളമാണത്. ഒരു മനുഷ്യന്റെ സംഖ്യയാണത്. ആ മനുഷ്യൻ ആരാ? മൃഗമായിരിക്കുന്നവൻ, മനുഷ്യനാകാത്തവൻ ആരാണത്? 6 ദിവസം അധ്വാനിച്ചിട്ടും 7 ദിവസം അധ്വാനിക്കുന്നവൻ. അവര് മൃഗങ്ങളാണ്, മനുഷ്യരല്ല. മനുഷ്യർ ദൈവത്തോടൊപ്പം ആയിരിക്കും. ഇപ്പൊ കുറച്ച് പേര് പള്ളി പോകാത്തവരുണ്ട്, ഞായറാഴ്ച പള്ളി പോകാത്തവര്. അവര് 666 അവർക്ക് എന്താണ്? ഈ ലോകത്തിലെ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. 6 ദിവസം മനുഷ്യനും 1 ദിവസം ദൈവത്തിനാണ് ദൈവത്തിന്റെ ഉടമ്പടി. ആ 7-ാം ദിവസത്തിൽ കടക്കാത്തവര് മൃഗങ്ങളാണ്. മൃഗത്തിന്റെ അടയാളമാണ് അവർക്കുള്ളത്. മൃഗങ്ങൾ പള്ളി പോവോ? ഇല്ലല്ലോ. മൃഗങ്ങൾ പള്ളി പോവില്ലല്ലോ. അപ്പൊ പള്ളി പോകാത്തവരൊക്കെ മൃഗങ്ങളാണ്, ചിമ്പാൻസിയാണ്, ഗോറില്ലയാണ്, മനുഷ്യനായിട്ടില്ല. അവരുടെ സംഖ്യയാണ് 666. അതുകൊണ്ടാണ് ഈ 7 ദിവസത്തെ സൃഷ്ടികർമ്മം സാബത്ത് ഉടമ്പടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് പോലെ നോഹയുമായി ദൈവം ഉണ്ടാക്കാൻ പോകുന്ന ഉടമ്പടിയുമായി ബന്ധപ്പെട്ടതാണ് ഈ 7 ജോഡി ജീവജാലങ്ങളും. 7 ദിവസം 7 ജോഡി, ഇതൊക്കെ ബൈബിളിൽ പ്രധാനപ്പെട്ടതാണ്. ഈ ജീവികളുടെ ശാസ്ത്രീയ നമ്മളപ്പോൾ ഈ 7 ജോഡി ഒക്കെ പറഞ്ഞപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചിലർ ചോദിച്ചു 17,600 ഇനം ജീവജാലങ്ങളാണ് പെട്ടകത്തിൽ കയറിയെന്ന് അച്ഛൻ സൂചിപ്പിച്ചു. എന്ത് കണക്കാണ് ഈ 17,600 ഇനം എന്ന് പറയുന്നത്? ജീവികൾ ശാസ്ത്രീയ വർഗീകരണവുമായി ബന്ധപ്പെട്ട ഒരു സംഖ്യയാണത്. 17,600 ഇനം ജീവജാലങ്ങളാണ് ഭൂമിയിലുള്ളതെന്നാണ് ഈ ജീവികൾ ശാസ്ത്രീയ വർഗീകരണവുമായിട്ട് ബന്ധപ്പെട്ട്. അത്രയും ഇനം അഥവാ അത്രയും വർഗം ജീവജാലങ്ങളെ നോഹ പെട്ടകത്തിൽ കൊണ്ടുപോയെന്നാണ്. പക്ഷെ ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് ഈ ഇനം എന്നാണ്. ഇനം, വർഗം, കൈൻഡ്. ജീവജാതി അഥവാ ജനുസ് എന്നതിന് വേറെ വാക്കാണ്, അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് മിൻ എന്നാണ്. ബിൻ, ബറാമിൻ. ബർ എന്ന് വെച്ചാൽ സൺ. അപ്പോൾ ബറാമിൻ, അറാമിയ ഭാഷയിൽ ബറാമിൻ എന്ന് പറഞ്ഞാൽ ജീവികളുടെ, അതായത് ഇനത്തിന്റെ സന്തതി എന്നാണ്. എന്ന് വെച്ചാൽ അത് വർഗത്തെയാണ്, ജീവജാതികളെ അല്ല സൂചിപ്പിക്കുന്നത്. സ്പീഷീസിനെ അല്ല സൂചിപ്പിക്കുന്നത്, കൈൻഡിനെയാണ്. വർഗത്തെയാണ് സൂചിപ്പിക്കുന്നത്, ഇനത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു വർഗത്തിൽ പല ജീവജാതികളുണ്ട്, പല സ്പീഷീസ് ഉണ്ട്. ഒരു കൈൻഡില്, ഒരു വർഗത്തില്. ഒറ്റ ഉദാഹരണം പറയാം. നായ വർഗം, നായ ഒരു ഇനമാണ്. അതിൽ തന്നെ എത്രയോ വേറെ തന്നെയുണ്ട്. ചെന്നായ, നായവർഗത്തിൽ ചെന്നായ. വുൾഫ്, കാട്ടുനായ, കൊയോട്ടി എന്ന് പറയും, അമേരിക്കയിലെ കാണുന്നതാ. കയോട്ടി എന്നാണ് ഉച്ചാരണം എനിക്ക് തോന്നുന്നു. കുറുക്കൻ, ഫോക്സ്, നരി, ജാക്കല്. പിന്നെ നമ്മുടെ വീടുകളൊക്കെ വളർത്തുനായ, ഡൊമസ്റ്റിക് ഡോഗ്. ഇതെല്ലാം ജീവജാതികളാണ്, സ്പീഷീസ് ആണ്. പക്ഷെ ഒറ്റ വർഗ്ഗമേ ഉള്ളൂ, നായവർഗം, പട്ടിവർഗം. അപ്പോൾ പട്ടിവർഗത്തിൽപ്പെട്ട നായവർഗത്തിൽപ്പെട്ട ചെന്നായ, കാട്ടുനായ, കുറുക്കൻ, നരി, വളർത്തുനായ ഒക്കെയുണ്ട്. അപ്പോൾ 17,600 ഇനമാണ് കൊണ്ടുപോയത്, സ്പീഷീസ് അല്ല. സ്പീഷീസ് 30,000-നും 40,000-നും മേലുണ്ടാകാം. അപ്പോൾ 17,600 ഇനം ജീവജാലങ്ങളെ നോഹ കൊണ്ടുപോയി എന്നാണ് ഒരു കണക്ക്. കാരണം അത്രയും ജീവജാലങ്ങൾ ഈ ഭൂമിയിൽ ഉണ്ട് എന്നുള്ളത് ഇത് ഒരു കണക്കുകൂട്ടിൽ നിന്നാണ്. അതിന് ആ പട്ടകത്തിന്റെ വലുപ്പവും എത്ര തട്ടുകളുണ്ടെന്നൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. ശുദ്ധമായ മൃഗങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. അത് ബലിയർപ്പണത്തിന് ഉൽപ്പത്തി 8:20, പിന്നെ ഭക്ഷിക്കാൻ ലേവ്യ 11:47. ശുദ്ധമായ മൃഗങ്ങളെ ബലിയർപ്പിക്കാനും പാടുള്ളൂ, ഭക്ഷിക്കാനും പാടുള്ളൂ എന്നാണ് പഴയ നിയമത്തിലെ നിയമം. പുതിയ നിയമത്തിലെ എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ശുദ്ധമെന്ന് പ്രഖ്യാപിക്കുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം 7-ാമത്തെ അധ്യായത്തിൽ ഈശോ. അപ്പോൾ നമുക്ക് പോർക്ക് കഴിക്കാം. കർത്താവ് എല്ലാ മൃഗങ്ങളും ശുദ്ധമെന്ന് പ്രഖ്യാപിച്ചു മർക്കോസ് 7-ാമത്തെ അധ്യായത്തിൽ. പക്ഷെ പണ്ട് അങ്ങനെയല്ല. പണ്ട് ഈ ഹൈജീനിക് കാര്യങ്ങളുണ്ട്, പിന്നെ മറ്റു പല കാരണങ്ങളുണ്ട്. 40 ദിവസങ്ങൾ ഇല്ലേ നിലനിൽക്കുന്ന ഈ പ്രളയം, പരീക്ഷണ കാലയളവ് 40 ദിവസങ്ങളാണ്. മത്തായി 4:1 ഈശോ 40 ദിവസം ദിനരാത്രങ്ങളാണ് പരീക്ഷിക്കപ്പെട്ടത്. ലൂക്ക 4:1-13 അങ്ങനെയാണ്. മാർക്കോസ് 1:12-13 അങ്ങനെയാണ്. സത്യത്തിൽ പുതിയ സൃഷ്ടിയാകാനുള്ള ഈ ഈറ്റ് നോവാണ് 40 ദിവസങ്ങൾ. നമ്മൾ അമ്മയുടെ ഗർഭപാത്രത്തിലെ വെള്ളമല്ലേ, ആ വെള്ളത്തിൽ ഒരു പ്രളയജലാണത്. അതിൽ കിടക്കുന്ന എത്ര ദിവസം? 40 ആഴ്ചകൾ. 40 ആഴ്ച. ആ 40 ആഴ്ചകൾ ഒരു ശിശുവാകാനുള്ള പ്രായമാണ്. ആ 40 ആഴ്ചകളുടെ ഒരു പ്രതീകാത്മക സംഖ്യയാണ് 40 ദിവസങ്ങൾ.
40 വർഷങ്ങളും അങ്ങനെയാണ്. അപ്പോൾ 40 ആഴ്ചകളെയാണ് ഉദ്ദേശിക്കുന്നത്. പുതിയ സൃഷ്ടിയാകാനുള്ള സമയമെന്നാണ്, പുതിയ സൃഷ്ടിയാകാനുള്ള ഗർഭിണി അവസ്ഥ എന്നാണ് അതിൻ്റെ അർത്ഥം. അത്യഗാധങ്ങളിൽ ഉറവകൾ ജനങ്ങൾ തുറന്നു. ആകാശം എന്ന വിധാനത്തിന് താഴെയും മുകളിലുമുള്ള ജലസഞ്ചയത്തിൻ്റെ എല്ലാ ജാലകങ്ങളും തുറക്കപ്പെട്ടതാണ്. അതായത് മുകളിൽ നിന്ന് മഴ പെയ്യുന്നത് ആകാശത്തുള്ള ഉറവയായിട്ടാണ്. ഭൂമിയിലെ ഉറവുകളും തുറക്കുന്നു. അപ്പോൾ മുകളിൽ നിന്നും താഴെ നിന്നും പ്രളയം, ജലം. നമുക്ക് 2018 പ്രളയം ഉള്ളപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ അതിശയോക്തിയായിട്ട് നമുക്ക് തോന്നില്ല. അതിനു മുമ്പായിരുന്നെങ്കിൽ നമുക്കൊരു പ്രളയത്തിൻ്റെ ഒരു അനുഭവം ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ കഥയാണ് പറഞ്ഞേനെ. ഇപ്പോൾ 2018 എന്ന് പറഞ്ഞ ആ പ്രളയം നമ്മൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് ബൈബിൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വിശ്വസിക്കാൻ ഒരു കാരണമായി. മലകളൊക്കെ മൂടിപ്പോയി എന്നാണ് എഴുതിയിരിക്കുന്നത്. 3-ാം ദിവസത്തെ സൃഷ്ടിക്ക് മുമ്പുണ്ടായിരുന്ന അവസ്ഥ സംജാതമാകുന്നർത്ഥം. അതായത് അധോജലത്തെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടി കരയും കടലും വേർതിരിച്ചിരുന്നു. ഇപ്പോൾ കരയും കടലും വേർതിരിക്കാത്ത ഒരവസ്ഥയായി, മൊത്തം സമുദ്രമായി. ആദ്യത്തെ ഒരു നിരാകാരാവസ്ഥ, എല്ലാം കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ ഉടലെടുക്കുകയാണ്. ആകെ കാണുന്ന എവിടെ നോക്കിയാലും പ്രളയം, വെള്ളം മാത്രം, എവിടെ നോക്കിയാലും വെള്ളം. അപ്പോൾ കരയും കടലും തമ്മിലുള്ള വേർതിരിവൊക്കെ മാറി ആദ്യത്തെ, അത് സൃഷ്ടികർമ്മത്തിൻ്റെ ആ സമയത്തുള്ള ആ ആകെ കുഴഞ്ഞു മറിഞ്ഞ അവസ്ഥ, നിരാകാര അവസ്ഥയിലേക്ക് തിരിച്ചു പോയി എന്നൊരു സൂചനയാണ്. കൊടുമുടികൾക്ക് മുകളിൽ 15 മുഴം വരെ വെള്ളം ഉയർന്നതാണ്. അതായത് 23 അടി വരെ വെള്ളം ഉയർന്നു കൊടുമുടികൾക്ക് മുകളിൽ. ഒന്ന് ദൈവത്തിൻ്റെ ന്യായവിധിയുടെ വ്യാപ്തി സൂചിപ്പിക്കുന്നു. പിന്നെ ജലം മൂടിയ കൊടുമുടികളിൽ പെട്ടെന്ന് ഉറഞ്ഞു പോകാതിരിക്കാനും ഇത് വഴിയൊരുക്കുന്നു. അതാണ് ഈ അന്ന് കാണുന്ന ലോകം മുഴുവൻ മുങ്ങിപ്പോയി എന്നാണ് അർത്ഥം. ഇത് ഭൂമി മുഴുവൻ പ്രളയം ഉണ്ടായെന്നൊക്കെ ആൾക്കാർ ചോദിക്കും. ബൈബിൾ സംസാരിക്കുമ്പോൾ അന്ന് അവർക്ക് അറിയാവുന്ന ലോകത്തെക്കുറിച്ചാണ് പറയുന്നത്. അത് പക്ഷേ എല്ലാ ലോകത്തിനും ബാധകമാണ്. പ്രളയം കേരളത്തിൽ മാത്രമല്ലല്ലോ ഉണ്ടാകുന്നത്, അമേരിക്കയിലും എല്ലാ ലോകത്തും ഉണ്ടാകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അന്ന് അവർക്ക് അറിയപ്പെടുന്ന ലോകത്തെ കാര്യങ്ങൾ അവർ എഴുതിയെങ്കിൽ അതെല്ലാ ലോകങ്ങൾക്കും ബാധകമാണ് താനും. അവസാനം പറയാണ്, എല്ലാ ജഡവും മരിച്ചു. സാധാരണ ഒരു ജലപ്രളയം ആയിരുന്നില്ല ഇതെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. സാർവലൗകികമായ ദുരന്തമായിരുന്നു. അന്ന് അവർക്ക് അറിയപ്പെടുന്ന ലോകം മുഴുവൻ ബാധിച്ച ഒരു ദുരന്തം, മഹാപ്രളയം. സകല മൃഗങ്ങളോടും സകല പറവകളോടും ഒപ്പം എല്ലാ മനുഷ്യരെയും ബാധിച്ചതിനാൽ അത് സാർവലൗകികവും സാർവജനീനവുമായിരുന്നു. പെട്ടകത്തിനുള്ളിലുള്ളവരൊഴികെ, പെട്ടകത്തിനകത്ത് കയറിയവരൊഴികെ മറ്റെല്ലാവരെയും പ്രളയം വല്ലാതെ ദോഷകരമായി ബാധിച്ചു എന്നാണ് അർത്ഥം. അതായത് ദൈവം ഒരു നവീകരണം, അതായത് പാപം എല്ലാ അതിർവരമ്പുകളും ലംഘിച്ചപ്പോൾ ദൈവം ഒരു ശുദ്ധീകരണം, ഒരു നവീകരണം കൊണ്ടുവരികയാണ്. അത് 8 പേരുടെ, നീതിമാന്മാരായ 8 പേരെ സംരക്ഷിച്ചും അവർക്ക് ആവശ്യമുള്ള മൃഗങ്ങളെയും സസ്യങ്ങളെയും ഒക്കെ നിലനിർത്തിക്കൊണ്ടും മറ്റുള്ളവരെയൊക്കെ നശിപ്പിച്ചുകൊണ്ടുമാണ്. കർത്താവ് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. ലോകാവസാനത്തിൽ അത് മൊത്തത്തിൽ ചെയ്യും. ഇതൊക്കെ നമ്മുടെ കൺവെട്ടത്തും കാണുന്ന കാര്യങ്ങളാണ്. എത്ര കണ്ടാലും നമ്മൾ പഠിക്കില്ല. അന്നത്തെ ഇസ്രായേലിനും നമ്മളും ഒക്കെ ഒരുപോലെയാണ്. നമ്മൾ അടിസ്ഥാനപരമായി നമുക്കൊരു ദൈവത്തോടൊരു റിബല്യസ്, കലഹിക്കുന്നൊരു സ്വഭാവമുണ്ട്. എത്രയൊക്കെ നന്മ നമുക്ക് വ്യക്തിപരമായ ജീവിതത്തിലും സഭയുടെ ജീവിതത്തിലൊക്കെ ആണെങ്കിലും എന്തുമാത്രം നന്മ കർത്താവ് ചെയ്താലും, എത്രമാത്രം കൃപ ചെയ്താലും തൊട്ടടുത്ത നിമിഷത്തിൽ നമ്മൾ നന്ദിയില്ലാത്തവരായി പെരുമാറും, ദൈവത്തോട്ട് കലഹിക്കുന്നവരായിട്ട് മാറും. കലാപം നമ്മുടെ അടിസ്ഥാനപരമായിട്ട് നിൽക്കുകയാണ്. അത് ആദാം തൊട്ട് സകല മനുഷ്യരിലുള്ളതാണ്. ഉത്ഭവപാപത്തിൻ്റെ ഒരു ഫലം കൂടിയാണത്. ദൈവത്തോട് കലഹിക്കുക. ഈ യുക്തിവാദികൾ, നിരീശ്വരവാദികൾ മാത്രമല്ല, വിശ്വാസികളും അങ്ങനെ കലഹിക്കുന്നു. ഒരു അത്ഭുതം കിട്ടി കർത്താവിനെ ശുശ്രൂഷിക്കാമെന്ന് വിചാരിക്കും. കുറച്ച് കഴിയുമ്പോൾ മറ്റൊരു ദുരന്തം വരുമ്പോൾ ഈ മുമ്പ് കിട്ടിയ അനുഗ്രഹം അത്ഭുതമൊക്കെ മറന്നു പോകും. വീണ്ടും നമ്മൾ വിശ്വാസത്തിലെ വെല്ലുവിളികളുമായിട്ടോ അല്ലെങ്കിൽ അവിശ്വാസമായിട്ടോ അല്ലെങ്കിൽ വിജാതി ആചാരങ്ങളിലേക്ക് പോകുകയോ അല്ലെങ്കിൽ ആരെങ്കിലൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ അന്നേരം അന്ധവിശ്വാസങ്ങൾക്ക് അടിപ്പെടുകയോ ചെയ്യും. അപ്പോൾ ഈ വിശ്വാസത്തിൻ്റെ വെല്ലുവിളി എന്ന് പറയുന്നത് നോഹ സ്വീകരിച്ച വെല്ലുവിളി എല്ലാ കാലത്തും എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു വെല്ലുവിളിയാണ്. നമുക്ക് നോഹയെ പോലെ പെരുമാറാൻ കഴിയുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന വെല്ലുവിളി. നോഹയെപ്പോലെയും നോഹയുടെ ഭാര്യയും മക്കളെയും മരുമക്കളെയും പോലെയും നമുക്ക് ദൈവത്തിൽ വിശ്വസിച്ച് ഈ ദുരന്തങ്ങൾ അതിജീവിക്കാനുള്ള വിശ്വാസവും ഐക്യവും സ്നേഹവും പിന്നെ ദൈവത്തിൻ്റെ വാക്കുകളിലെ അല്ലേ ദൈവത്തിൻ്റെ പക്ഷത്ത് നിന്ന് കാര്യങ്ങൾ കാണാനുള്ള അതിനാണ് വിശ്വാസം എന്ന് പറയണേ. ദൈവത്തിൻ്റെ പക്ഷത്ത് കാര്യങ്ങൾ കാണാനുള്ള ആ കഴിവ് അത് നമുക്ക് പ്രത്യാശ നൽകും. ആ തരത്തിൽ മുന്നോട്ട് പോകാനും ഈ കഥ, ഈ സംഭവം നമ്മെ പഠിപ്പിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.